രാത്രിയായാൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കൂടി ടോർച്ച് തെളിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുന്നിലൂടെ ഓടിപ്പോകുന്നത് നായ്ക്കളായിരിക്കാം. എന്നാൽ പൂനാച്ചി മലയുടെ തെരുവുകളിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ, ടോർച്ച് തെളിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് നായ്ക്കളായിരിക്കില്ല. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്, അതുമല്ല എങ്കിൽ നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ ഓടി അടുത്തുള്ള കുറ്റിക്കാടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ പതുങ്ങുന്നത് ഒരിക്കലും നായ്ക്കളായിരിക്കില്ല. അത് മഞ്ഞയുടലിൽ കറുത്ത പുള്ളികളോടുകൂടിയ പുലികളായിരിക്കാം. പൂനാച്ചിമല എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് അതെവിടെയാണെന്ന് മനസ്സിലായി കാണില്ല. എന്നാൽ ഈ പ്രദേശം അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. തേയിലക്കാടുകളാൽ ചുറ്റപ്പെട്ട ഈ മലയോര പ്രദേശം വാൽപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഈ വാൽപ്പാറയിലെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു നരവേട്ടയുടെ കഥ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ കടൽനിരപ്പിൽ നിന്നും ഏകദേശം 3474 അടി ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലെ ആനമല നിരകളിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി ഭംഗി കൊണ്ടും സസ്യജാലങ്ങളാലും സമ്പന്നമാണ് ഈ പ്രദേശം. ഒരു കാഴ്ചക്കാരന് കണ്ണിന് കുളിർമയേകുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതിൽ ആനകളും കടുവകളും പുലികളും മാനുകളും വരയാടുകളും മ്ലാവുകളെയും എന്നുവേണ്ട ഒട്ടുമിക്ക മൃഗങ്ങളെയും നിങ്ങൾക്ക് അവിടുത്തെ വനങ്ങളിൽ കാണുവാൻ സാധിക്കും. പിന്നെ വിശാലമായി കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും എസ്റ്റേറ്റുകളും. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന കാഴ്ചക്കാർ അല്ലെങ്കിൽ യാത്രക്കാർക്ക് തോന്നിയേക്കാം അവിടുത്തെ ഗ്രാമീണർ അല്ലെങ്കിൽ നാട്ടുകാർ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണെന്ന്. അത്രയും പ്രകൃതി അവർക്ക് കനിഞ്ഞ് നൽകിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സന്ദർശകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ആ കാഴ്ചകളെല്ലാം മനസ്സിന് ആനന്ദം നൽകിയേക്കാം. എന്നാൽ അവിടുത്തെ നാട്ടുകാർക്കോ ഗ്രാമീണർക്കോ അങ്ങനെയല്ല. നിങ്ങൾ കാണുന്ന പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമായ ആ പ്രദേശത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. കറുത്ത വസ്ത്രമണിഞ്ഞ മരണത്തിന്റെ മുഖം. അവിടുത്തെ കുറ്റിക്കാടുകൾക്കിടയിലും തേയിലത്തോട്ടങ്ങൾക്കിടയിലും തേയിലക്കാടുകൾക്കിടയിലും പതുങ്ങിയിരിക്കുന്ന മരണത്തിന് പുലിയുടെയോ കടുവയുടെയോ രൂപമായിരിക്കാം. എങ്കിലും അവിടുത്തെ ആളുകളെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് പുലികൾ തന്നെയാണ്. വനം ഉപേക്ഷിച്ച് വരുന്ന പുലികൾ തേയിലക്കാടുകൾക്കിടയിലോ കുറ്റിക്കാടുകൾക്കിടയിലോ മറഞ്ഞിരിക്കുന്നു. അവയുടെ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് ആ പ്രദേശത്തിലെ കുട്ടികളാണ്. തേയിലക്കാടുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന അവയുടെ കണ്ണുകൾ പതിയുന്നത് അവർക്ക് നേരെയാണ്. ഇന്നും വാൽപ്പാറയിലുള്ള ജനങ്ങളോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ ഉറപ്പായും നിങ്ങൾക്ക് മറുപടി നൽകും. ഇന്നും അവർ പുലിയുടെ ഭീഷണിയിലാണെന്ന്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഈ കഥ നടക്കുന്ന കാലമോ സമയമോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാൽ അതെന്നാണ് നടന്നതെന്നോ എന്നാണ് ഉണ്ടായതെന്നോ എനിക്ക് പറയുവാൻ കഴിയുകയുമില്ല. അവിടുത്തെ ജനതയോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കഥകൾ നിങ്ങളോട് പറയുവാൻ സാധിക്കും. അങ്ങനെയുള്ള കഥയിൽ ഒരു പുലിയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ഒരു നരഭോജിയായ പുലിയുടെ കഥ. മാനിറ്റസ് ഓഫ് വാൽപ്പാറ. ഷോളക എസ്റ്റേറ്റിന്റെ അരികിൽ താമസിച്ചിരുന്ന ഒരു കുടിലിലാണ് ആദ്യമായി പുലിയുടെ ആക്രമണം ഉണ്ടായത്. അവിടെ നിന്ന് ഒരു കുട്ടിയെ അവൻ പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്തു. സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരത്തോട് അടുത്ത് കാണണം. കുടിലിന് മുന്നിൽ കുട്ടിയും അവൻ്റെ മാതാവും നിൽക്കുകയാണ്. കുട്ടി കളിക്കുന്ന തിരക്കിലുമാണ്. അവൻ്റെ അമ്മ അവൻ്റെ പേര് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. അറിവൻ എന്നാണ് അവൻ്റെ പേര്. അവനിപ്പോൾ ഏകദേശം 5 വയസ്സ് പ്രായമുണ്ട്. അവൻ തൻ്റെ അച്ഛനെ പ്രതീക്ഷിച്ചാണ് തൻ്റെ വീടിന് മുന്നിൽ നിൽക്കുന്നത്, കളിക്കുന്നത്. അവൻ്റെ അച്ഛൻ ഇനിയും ഏത് നിമിഷവും അവരുടെ വീട്ടിലേക്ക് കടന്നു വരാം. അവൻ്റെ അച്ഛൻ ഒരു തോട്ടം തൊഴിലാളിയാണ്. പേര് മണി. പണി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ സാധാരണയായി അവൻ്റെ അച്ഛൻ അവന് വേണ്ടി മിഠായികൾ കരുതാറുണ്ട്. അത് പ്രതീക്ഷിച്ചാണ് അവൻ മുറ്റത്ത് നിൽക്കുന്നത്. അവൻ്റെ അമ്മ അവനെ കുറേ നേരമായി വിളിക്കുന്നു. അറിവേ, നീ ഇവിടേക്ക് വരുന്നുണ്ടോ? അച്ഛൻ വരുന്നതിന് മുന്നേ കുളിച്ച് റെഡിയായി നിൽക്കാം എന്നൊക്കെ അവൻ്റെ അമ്മ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും അവൻ ചെവിക്കൊള്ളുന്നില്ല. തൻ്റെ അച്ഛൻ്റെ വരവിന് വേണ്ടി അവൻ കണ്ണും നട്ട് വഴിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവൻ്റെ കാത്തിരിപ്പ് തുടർന്നു. എന്നാൽ അവൻ്റെ മാതാവ് തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് നടന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റൊരാൾ അവരുടെ കുടിലിനരികിലെ തേയിലക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. കൊച്ചുകുട്ടിയുടെ നീക്കങ്ങളെല്ലാം അവൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മ അവനെയും വലിച്ചുകൊണ്ട് കുടിലിനുള്ളിലേക്ക് പോയ സമയം തേയിലക്കാടിനുള്ളിൽ മറഞ്ഞിരുന്ന ആ പുലി പുറത്തേക്ക് വന്നു. ആ കുട്ടിയുടെ നേരെ പാഞ്ഞെടുത്തു. അവൻ്റെ കൂർത്ത കോമ്പലുകൾ കൊണ്ട് ആ കുട്ടിയുടെ കഴുത്തിലേക്ക് ആഞ്ഞു പിടിച്ചു. അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും അവനെ തട്ടിയെടുത്തുകൊണ്ട് അടുത്തുള്ള തേയിലക്കാടുകൾക്കിടയിലേക്ക് അവൻ ഓടിമറഞ്ഞു. തൻ്റെ മകനെ തൻ്റെ കൺമുന്നിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ ആ കാഴ്ച കണ്ട അവൻ്റെ അമ്മ ഉച്ചത്തിൽ നിലവിളിച്ചു.
അതിനു പുറകെ നിലവിളിച്ചുകൊണ്ട് അവർക്കാകും വേഗം അവർ ഓടിപ്പോയി എങ്കിലും അവരുടെ മകനെ വീണ്ടെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ നിലവിളി ഉയർന്നു കേട്ടതോടെ അടുത്തുള്ള വീടുകളിൽ നിന്നും ആളുകൾ അവരുടെ വീട്ടിലേക്ക് ഓടിയെത്തി. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു കാണണം. മണിയനും തൻ്റെ വീട്ടിലേക്ക് എത്തി, തൻ്റെ മകനുള്ള മുട്ടായികളുമായി. അയാളുടെ വീടിന് മുന്നിൽ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടം കണ്ട് അയാൾ ഒന്ന് സംശയിച്ചു. അയാൾ പതിയെ അയാളുടെ കുടിലിനരികിലേക്ക് നടന്നു. അയാളെ കണ്ടതും അയാളുടെ ഭാര്യ അയാൾക്കരികിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിയെത്തി. നടന്ന സംഭവം അവൾ അയാളോട് വിവരിച്ചു കൊടുത്തു. പിന്നെ ഒട്ടും സമയം അവർ പാഴാക്കിയില്ല. അയാളുടെ നാട്ടുകാരെയും കൂട്ടി ഒരു ചെറിയ തിരച്ചിൽ സംഘം അയാൾ രൂപീകരിച്ചു. തൻ്റെ മകനെ പുലി കൊണ്ടുപോയ ഭാഗം ലക്ഷ്യമാക്കി അയാൾ നടന്നു. അവിടെയെല്ലാം തിരഞ്ഞു. അങ്ങനെ ഏകദേശം മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ അയാൾ തൻ്റെ മകന്റെ ശരീരം കണ്ടെത്തി. അപ്പോൾ തന്നെ മണിക്കൂറുകൾ തന്നെ കഴിഞ്ഞിരുന്നു. തേയിലക്കാടുകൾക്കിടയിലാണ് ആ ശരീരം അവർ കണ്ടത്. തലയറ്റ് കിടക്കുന്ന പാതി ആഹരിച്ച ശരീരമായിരുന്നു അവർക്ക് അവിടെ നിന്ന് കിട്ടിയത്. നിറ കണ്ണുകളോടെ തന്നെ ആ ശരീരം അവിടെ നിന്നും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ഫോറസ്റ്റിന്റെ ചുമതലയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരുമെല്ലാം അവിടെ എത്തിയിരുന്നു. കാര്യങ്ങൾ അവർ വിശദമായി അന്വേഷിക്കുകയും തിരക്കുകയും ചെയ്തു. ഈ പ്രദേശങ്ങളിൽ ആദ്യമായി നടക്കുന്ന ഒരു സംഭവമല്ല ഇത്. ഇതിനു മുന്നേയും പല പുലികളും പല കുട്ടികളെയും പിടിച്ചുകൊണ്ടു പോയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ പുലിയുടെ ആക്രമണത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കൊല്ലപ്പെട്ടവരിൽ ഏറെയും കുട്ടികളാണ്. പിന്നീട് പുലിയുടെ മറ്റൊരാക്രമണം ഉണ്ടാകുന്നത് ഏകദേശം ഒരാഴ്ചകൾക്കപ്പുറമാണ്. അത് നടക്കുന്നത് വാൽപ്പാറയിലാണ്. അതും അവൻ മുന്നേ നടത്തിയതുപോലെ തന്നെയായിരുന്നു. ഒരു കുട്ടിയെ തന്നെയായിരുന്നു അവൻ ഇവിടെയും പിടിച്ചുകൊണ്ടുപോയത്. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു ഇപ്രാവശ്യം അവന് ഇരയായി തീർന്നത്. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ് ആ ബാലനെ പുലി പിടിച്ചുകൊണ്ടുപോയത്. അവന്റെ പിതാവ് എന്തോ ആവശ്യത്തിന് വേണ്ടി വീടിന്റെ പിന്നിലേക്ക് പോയ സമയം വീടിനരികിലെ കുറ്റിക്കാടിൽ മറഞ്ഞിരുന്ന പുലി അവനെ പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. അവന്റെ പിതാവ് വീടിന്റെ മുന്നിലേക്ക് മടങ്ങിയെത്തി. അദ്ദേഹം തന്റെ മകനെ അവിടെ നോക്കി. അവനെ കാണുവാനുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അയാൾ കരുതിയത് അവൻ മറ്റെവിടേക്കെങ്കിലും കളിക്കുവാൻ പോയിരിക്കുകയാണെന്നാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു. തന്റെ മകൻ തന്റെ വീട്ടിലേക്ക് തിരികെ എത്തിയില്ല. അയാൾ അടുത്തുള്ള വീടുകളിലെല്ലാം പോയി തിരക്കി. അവൻ പോകുവാൻ സാധ്യതയുള്ള എല്ലായിടത്തും അയാൾ പോയി തിരക്കുകയും ചെയ്തു. എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. അയാളുടെ മകനെ അയാൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അരുതാത്ത എന്തോ നടന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടാകുകയാണ്. അയാൾ വളരെ വേഗം തന്നെ തന്റെ വീട്ടിലേക്ക് തിരികെ എത്തി. വീടിന് ചുറ്റുപാടും അയാൾ ഒന്ന് തിരക്കി, ഒന്ന് അന്വേഷിച്ചു. അങ്ങനെ അയാളുടെ ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിൽ അയാളുടെ വീടിന്റെ പരിസരത്ത് നിന്നും ഒരു പുലിയുടെ കാൽപ്പാട് അയാൾ കണ്ടെത്തി. അതോടെ അയാളുടെ സംശയവും വർദ്ധിച്ചു. വീണ്ടും അയാൾ ആ കാൽപ്പാട് പിൻപറ്റി മുന്നിലേക്ക് നടന്നു. ആ നടത്ത അയാളെ കൊണ്ടുപോയത് അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിന് സമീപത്തേക്കായിരുന്നു. അയാൾക്ക് അവിടെ കാണുവാൻ സാധിച്ചത് തൻ്റെ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ചോര പറ്റിപ്പിടിച്ച അവൻ കളിച്ചുകൊണ്ടു നിന്ന ഒരു കളിപ്പാട്ടമായിരുന്നു. പിന്നീട് അവനെ തിരക്കി മുന്നിലേക്ക് പോകുവാൻ അയാൾക്ക് സാധിച്ചില്ല. അയാൾക്ക് അതിനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. പിന്നെ അയാൾ ഒട്ടും സമയം കളഞ്ഞില്ല. വളരെ വേഗം തന്നെ അയാളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും തൻ്റെ സുഹൃത്തുക്കളെയും തൻ്റെ അയൽക്കാരെയും വിവരമറിയിക്കുകയും ചെയ്തു. അവരോടൊപ്പം അയാൾ കണ്ടെത്തിയ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് അതിന് പിന്നാലെ പോയി. അതവരെ കൊണ്ടെത്തിച്ചത് കൂലങ്കൽ നദിയുടെ തീരത്തേക്കായിരുന്നു. തീരത്ത് വളർന്നു നിന്ന കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും ആ ബാലന്റെ ശരീരം അവർ കണ്ടെത്തി. നദിയുടെ തീരത്ത് വളർന്നു നിന്നിരുന്ന കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നുമാണ് ആ ശരീരം അവർക്ക് ലഭിച്ചത്. അത് മറയ്ക്കപ്പെട്ട രീതിയിലായിരുന്നു. പുലി ഇത്രയും സമയം കഴിഞ്ഞിട്ടും അവന്റെ ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും ആഹരിച്ചിരുന്നില്ല. അവൻ ആ കുട്ടിയുടെ കഴുത്തിൽ കടിച്ച് പിടലി ഒടിച്ചതിൻ്റെയും അവന്റെ ശരീരം ആന്തിപ്പൊളിച്ചതിൻ്റെയും പാടുകൾ മാത്രമായിരുന്നു അവർക്ക് ആ കുട്ടിയുടെ ശരീരത്ത് കണ്ടെത്തുവാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ആ കുറ്റിക്കാടിന് സമീപത്ത് വെച്ചായിരിക്കണം അവന്റെ ജീവൻ പൂർണ്ണമായും ആ പുലി കവർന്നെടുത്തത്. പുലി ഇവിടെ ശരീരം മറച്ചു വെച്ചതിന് ശേഷം മറ്റെവിടേക്കോ പോയിരിക്കുകയാണ്. ഉറപ്പായും അവൻ ഇവിടേക്ക് തിരികെ എത്തുകയും തൻ്റെ ഇരയെ ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് അവിടേക്കെത്തിയ ആളുകൾക്ക് എല്ലാം തന്നെ മനസ്സിലായി. അവർ പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. അവർ ആ കുട്ടിയുടെ ശരീരം എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് മടങ്ങി. ആ കുട്ടിയുടെ പിതാവിൻ്റെ മാനസികാവസ്ഥ പറയേണ്ടതില്ലല്ലോ. എല്ലാത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു അനങ്ങാപ്പാറ പോലെ അദ്ദേഹം അവിടെ നിന്നു. അവന്റെ ആദ്യത്തെ 2 ആക്രമണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് കുട്ടികളെയാണെന്ന്. അങ്ങനെ തന്നെയായിരുന്നു അവിടുത്തെ നാട്ടുകാരും എല്ലാം വിചാരിച്ചിരുന്നത്. എന്നാൽ അവരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് 3ാമത്തെ അവന്റെ ആക്രമണം അവിടെ അരങ്ങേറി. അതെല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. നടുമല എസ്റ്റേറ്റിലായിരുന്നു അത് അരങ്ങേറിയത്.
നടുമല എസ്റ്റേറ്റിലെ തോട്ടത്തിലേക്ക് കൊളുന്തു നുള്ളാൻ പോയതായിരുന്നു തേൻമൊഴി എന്ന 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി. അവൾക്ക് നേരെയായിരുന്നു പുലി അവന്റെ ആക്രമണം അഴിച്ചുവിട്ടത്. നേരം പുലർന്നപ്പോൾ തന്നെ അവൾ അവളുടെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. വിശാലമായി കിടക്കുന്ന തേയിലക്കാടുകൾക്കിടയിലൂടെ അവൾ നടന്നു. അന്ന് അവൾ ഒറ്റയ്ക്കായിരുന്നു ആ എസ്റ്റേറ്റിലേക്ക് പോയത്. സാധാരണഗതിയിൽ അവളുടെ കൂടെ അവിടെ ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. എന്തോ കാരണത്താൽ അവൾക്ക് അവിടെ കൂടെ അന്ന് പോകുവാൻ സാധിച്ചില്ല. തേയിലക്കൊളുന്ത് പറിക്കുവാൻ വേണ്ടി തേയിലക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിച്ച് അവൾ പിന്നീട് ഒരിക്കലും അവളുടെ വീട്ടിലേക്ക് തിരികെ എത്തിയില്ല. അവൾ വീട്ടിലേക്ക് തിരികെ എത്തേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചതോടെ അവളുടെ വീട്ടുകാർ അവളെയും തിരക്കി എസ്റ്റേറ്റിലേക്ക് പോകുകയായിരുന്നു. എസ്റ്റേറ്റിൽ എത്തിച്ചേർന്ന് അവർക്ക് അറിയുവാൻ സാധിച്ചത് അവൾ ഇന്നത്തെ ദിവസം വന്നിട്ടില്ല എന്ന വാർത്തയായിരുന്നു. അത് അവരുടെ ഉള്ളിൽ ആശങ്കകളും വിഷമങ്ങളും നിറച്ചു. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവളെയും തിരക്കി അവരുടെ ബന്ധുക്കളും നാട്ടുകാരും നാട് മുഴുവൻ അന്വേഷിച്ചു. പക്ഷേ അന്നത്തെ ദിവസം അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ നടുമല ഗ്രാമം പുലർന്നത് തന്നെ ആ മരണവാർത്ത കേട്ടായിരുന്നു. തേൻമൊഴി എന്ന യുവതിയെ തേയിലക്കൊളുന്ത് നുള്ളുവാൻ പോകുന്ന വഴിയിൽ പുലി പിടിച്ചു എന്ന വാർത്തയായിരുന്നു. നെടുമങ്ങാടി എസ്റ്റേറ്റിലെ തേയിലക്കാടുകൾക്കിടയിൽ നിന്നും അവളുടെ ശരീരം കണ്ടെത്തുകയായിരുന്നു. രാവിലെ എസ്റ്റേറ്റിലേക്ക് മടങ്ങിയെത്തുന്ന വഴിയാണ് ആ കാഴ്ച അയാൾ കണ്ടത്. സാധാരണ അയാൾ ജോലി കഴിഞ്ഞ് എസ്റ്റേറ്റിൽ നിന്ന് പോകുമ്പോൾ ഏകദേശം 6 മണി കഴിയും. അതിനാലായിരിക്കാം തലേന്ന് ദിവസം അയാൾ ഈ കാഴ്ച കാണാഞ്ഞത്. അയാൾ പോകുന്ന വഴിയിലെ പാതയിലും അതുപോലെ തേയിലച്ചെടികൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരത്തുള്ളികളും കീറിപ്പറഞ്ഞ ഒരു പാവാടയുമായിരുന്നു അയാൾ കണ്ടത്. തേയിലക്കാടുകൾക്കിടയിലൂടെ അയാൾ പോകുന്ന പാതയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് താഴേക്കാണ് ആ പാട് നീണ്ടുപോകുന്നത്. അയാൾ എന്താണ് സംഭവമെന്നറിയുവാൻ വേണ്ടി അതിനെ പിന്തുടരുവാൻ തന്നെ തീരുമാനിച്ചു. അയാൾ അല്പദൂരം കൂടി മുന്നിലേക്ക് പോയപ്പോൾ പുലിയുടെ കാൽപ്പാട് അയാൾ വളരെ വ്യക്തമായി അവിടുത്തെ ആ മണ്ണിൽ കണ്ടു. പിന്നീട് മുന്നിലേക്ക് പോകുവാൻ അയാൾക്ക് അയാളുടെ ധൈര്യം അനുവദിച്ചില്ല. അയാൾ തിരികെ വളരെ വേഗം തന്നെ എസ്റ്റേറ്റിലേക്ക് പോകുകയും ഈ വിവരം അവിടെ ധരിപ്പിക്കുകയുമാണ് ചെയ്തത്. വിവരമറിഞ്ഞ എസ്റ്റേറ്റിൽ അപ്പോൾ ഉണ്ടായിരുന്ന തൊഴിലാളികൾ എല്ലാം കൂടി സംഘടിക്കുകയും കമ്പുകളും മറ്റായുധങ്ങളും എടുത്തുകൊണ്ട് ഇയാൾ പറഞ്ഞ സ്ഥലത്ത് എത്തുകയും അവിടെ തിരച്ചിൽ നടത്തുകയുമാണ് ചെയ്തത്. അങ്ങനെ നടത്തിയ തിരച്ചിലിലാണ് അവർ ആ യുവതിയുടെ ശരീരം കണ്ടെത്തിയത്. പാവാട കിട്ടിയ സ്ഥലത്ത് നിന്നും ഏകദേശം 200 അടി അകലത്ത് നിന്നുമാണ് ആ യുവതിയുടെ ശരീരം അവർ കണ്ടെത്തിയത്. അതിഭയാനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. യുവതിയുടെ വാരിയിലും നട്ടെല്ലുകളും തകർന്നു കിടക്കുന്നു. അവളുടെ ശിരസ് ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ശരീരത്ത് മാംസമെല്ലാം അവൻ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അവളുടെ കാലും കൈകളുമെല്ലാം അവിടെയായി ചിതറിക്കിടക്കുന്നു. രക്തം അവിടേക്ക് തളം കെട്ടിയ വറ്റിപ്പോയ പാടും അവർക്ക് കാണുവാൻ സാധിച്ചു. യുവതി നല്ല മെലിഞ്ഞതായിരുന്നു. അതിനാൽ അവളുടെ ശരീരത്ത് മാംസവും കുറവായിരിക്കാം. മാംസക്കുറവ് കാരണമായിരിക്കാം കൈയും കാലുമെല്ലാം പുലി ഭക്ഷിക്കാഞ്ഞത്. ബാക്കിയെല്ലാം അവൻ ഭക്ഷിച്ച് മിച്ചം വന്ന മാംസം അവിടെ ഉപേക്ഷിച്ചാണ് തേയിലക്കാടുകൾക്കിടയിലൂടെ അവൻ മറ്റെവിടേക്കോ സഞ്ചരിച്ചു പോയത്. ഈ സംഭവം കൂടി അറിഞ്ഞതോടെ അവിടുത്തെ നാട്ടുകാർ ആകെ പരിഭ്രാന്തിയിലായി. നടുമല എസ്റ്റേറ്റിന് സമീപത്താണ് ഈ സംഭവം അരങ്ങേറിയതെങ്കിലും മറ്റ് എസ്റ്റേറ്റുകളിലേക്കും ഈ വാർത്ത വളരെ വേഗം തന്നെ പടർന്നു പന്തലിക്കുകയായിരുന്നു. എസ്റ്റേറ്റിലേക്ക് തേയില കൊളുന്ത് നുള്ളാൻ വരുന്നവരുടെ മനസ്സിലേക്കും ഭയം ഇരച്ചു കയറി. ഇതുവരെ അവർ കരുതിയിരുന്നത് ആ പുലി കുട്ടികളെ മാത്രമേ ലക്ഷ്യം വെക്കൂ എന്നാണ്. എന്നാൽ ഇന്ന് നടന്ന സംഭവത്തോടുകൂടി കാര്യങ്ങൾ ആകെ മാറി മറിയുകയായിരുന്നു. അതോടെ അവിടുത്തെ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. തേയിലക്കാടുകൾക്കിടയിൽ എവിടെയോ അവൻ മറഞ്ഞിരുന്ന് തങ്ങളെ ലക്ഷ്യം വെക്കുകയാണെന്ന കാര്യം. മനുഷ്യന്റെ മാംസത്തിന്റെ രുചി തേടി അവൻ തേയിലച്ചെടികൾക്കിടയിൽ എവിടെയോ പതുങ്ങിക്കിടക്കുകയാണെന്ന കാര്യം. ഇതുകൊണ്ടൊന്നും അവന്റെ നരവേട്ട അവിടെ അവസാനിച്ചില്ല. അവന്റെ നരവേട്ട തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അവന്റെ ആക്രമണം ഉണ്ടായത് 60 വയസ്സ് പ്രായമുള്ള രാംലിംഗം എന്ന ആളെയായിരുന്നു അവൻ ആക്രമിച്ചു കൊന്നത്. പുതുതോട്ടം എന്ന സ്ഥലത്ത് പോയി മടങ്ങി വരുന്ന വഴിയിലാണ് വാൽപ്പാറയിൽ വെച്ച് അയാളെ അവൻ ആക്രമിച്ചു കൊന്നത്. അതിനുശേഷം അയാളെയും വലിച്ചുകൊണ്ട് വനത്തിലേക്ക് പോകുകയും ചെയ്തു. രാമലിംഗത്തിന്റെ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വിവരം ആരും അറിഞ്ഞില്ല. അദ്ദേഹം തനിച്ചായിരുന്നു വാൾപ്പാറയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ 2-3 ദിവസം അദ്ദേഹത്തെ കാണാത്തതുകൊണ്ട് അവിടുത്തെ ആളുകൾ ഈ വിവരം പോലീസുകാരെ അറിയിച്ചിരുന്നു. അങ്ങനെ പോലീസുകാരുടെ തെരച്ചിലിലാണ് കൂലാങ്കൽ നദിയുടെ തീരത്തേക്ക് പോകുന്ന വഴിയിലെ കുറ്റിക്കാട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ശരീരം കണ്ടെത്തുന്നത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അതുവഴി കടന്നുപോയ വഴിയാത്രക്കാരാണ് പുലി ആഹാരമാക്കി ഉപേക്ഷിച്ചു പോയ ശരീരം കണ്ടെത്തിയത്. അയാൾ തന്നെയാണ് ഇതെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ തുണ്ടുകൾ മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത്. ബാക്കിയെല്ലാം പുലി ആഹാരമാക്കി. ശരീരം അവിടെ ജീർണിച്ച് അഴുകുകയും ചെയ്തു. പുഴുക്കളും ഈച്ചകളും ആ ശരീരത്തെ മൂടുകയും ചെയ്തു. അയാളെ എങ്ങനെയായിരിക്കാം പുലി പിടിച്ചത് എന്നുള്ള ഒരു സാങ്കല്പിക കഥ അവിടെ ഉദയം കൊണ്ടിരുന്നു. ആ കഥ ഇങ്ങനെയായിരുന്നു. നേരം ഇരുട്ടിയപ്പോൾ ആയിരിക്കണം അയാൾ പുതുത്തോട്ടത്തിൽ നിന്നും വാൽപ്പാറയിലേക്ക് എത്തിയത്. അപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞിരിക്കണം.
അദ്ദേഹത്തിന്റെ വരവ് കണ്ടുകൊണ്ട് അവിടുത്തെ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന പുലി അയാളെ ആക്രമിച്ച് കൊന്നു കാണണം. പുലി ഒരുപക്ഷെ കടിച്ചത് അയാളുടെ കഴുത്തിലായിരിക്കാം. അയാളുടെ ശബ്ദ പരിധിക്കും അപ്പുറമായിരിക്കാം ഒരു മനുഷ്യവാസമുള്ളത്. അതിനാൽ തന്നെ ആ ശബ്ദമോ ഒന്നും ആരും കേട്ട് കാണില്ല. അയാളെ അവിടെ വെച്ച് പുലി കടിച്ചു കൊന്നതിന് ശേഷം ശരീരം ഇവിടെ നിന്നും വലിച്ചുകൊണ്ട് ആ നദിയുടെ തീരത്തേക്ക് പോയതായിരിക്കാം, അവന് സമാധാനമായി ആഹരിക്കുവാൻ വേണ്ടി. അവിടെ വെച്ച് ആഹരിച്ച ശേഷം അവൻ തിരികെ പോയി കാണണം. വീണ്ടും മടങ്ങി വന്ന് വീണ്ടും ആ ശരീരം ആഹരിച്ച് കാണണം. അയാൾക്ക് മക്കളോ ഭാര്യയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാളെ 2 ദിവസമായി കാണാത്ത കാര്യം ആരും റിപ്പോർട്ട് ചെയ്തതുമില്ല. അങ്ങനെ ഇയാളെ കാണാതായി എന്ന വാർത്ത അറിയാത്തത് കൊണ്ട് തന്നെ 2 ദിവസങ്ങൾക്കപ്പുറമാണ് ഇയാളെ കാണാനില്ല എന്ന വാർത്ത അവിടുത്തെ ആളുകൾ അവിടുത്തെ നാട്ടുകാരോടും പോലീസുകാരോടും പറയുന്നത്. അപ്പോഴാണല്ലോ അവർ തിരക്കി ഇറങ്ങിയതും. ആ നദിയുടെ തീരത്ത് നിന്നും അവർക്ക് പുലിയുടെ പഴയ ട്രാക്കുകൾ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നു. മൃതശരീരത്തിന്റെ അരികിലേക്ക് 2 വട്ടം വന്നതിന്റെയും മടങ്ങിപ്പോയതിന്റെയും പാടുകൾ. പുലി ഇപ്പോൾ പോയിരിക്കുന്നത് നദി മുറിച്ചു കടന്ന് അപ്പുറത്തേക്കാണ്, തേയിലക്കാടുകൾക്കിടയിലേക്കാണ്. പിന്നീട് അവൻ ഇവിടേക്ക് മടങ്ങി വന്നതുമില്ല. പിന്നീട് ഏകദേശം 1 മാസക്കാലം ആ പുലിയുടെ യാതൊരു വിവരവും അവിടുത്തെ ആളുകൾക്ക് കിട്ടിയില്ല. അവന്റെ ഒരു നരവേട്ടയും അവിടെയോ അതിന്റെ പരിസരത്തെ ഗ്രാമങ്ങളിലോ ഉണ്ടായിട്ടുമില്ല. പുലി തിരികെ വനം കയറിയെന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിച്ചു. ഇല്ലെങ്കിൽ അവൻ മരണപ്പെട്ടു എന്നും അവർ വിശ്വസിച്ചു. എന്നാൽ ഇതെല്ലാം അവരുടെ ഒരു വിശ്വാസം മാത്രമാണെന്ന് തെളിയിക്കുവാൻ അവർക്ക് വീണ്ടും ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടതേ വന്നുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുലിയുടെ മറ്റൊരു ആക്രമണം അവിടെ അരങ്ങേറി. എന്നാൽ ഈ ആക്രമണത്തിൽ ആളപായമൊന്നും ഉണ്ടായില്ല. എന്നാൽ അവന്റെ ആക്രമണത്തിൽ നല്ല പരുക്ക് തന്നെ അയാൾക്കുണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ ആ പുലിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്, കഴുത്തിൽ പിടി വീഴാതെ. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന ഉണങ്ങിയ മരങ്ങൾ വെട്ടിമുറിക്കുവാൻ വേണ്ടി അവിടുത്തെ തോട്ടമുടമ ഇയാളെ വിളിച്ചിരുന്നു. അതിന് പ്രകാരമാണ് അയാൾ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ വെട്ടുവാൻ വേണ്ടി തേയിലക്കാടുകൾക്കിടയിലേക്ക് പോയത്. തേയിലക്കാടിനുള്ളിൽ വളർന്നു നിന്ന 2-3 ഉണങ്ങിയ മരങ്ങൾ അയാൾ വെട്ടിയെടുത്തിരുന്നു. ഉച്ചയായതോടെ അയാൾ തേയിലത്തോട്ടത്തിൽ നിന്നും അയാളുടെ കുടിയിലേക്ക് പോയിരുന്നു. അവിടെ നിന്ന് ഒരു ചെറിയ ഉച്ചമയക്കവും കഴിഞ്ഞ് ആഹാരവും കഴിച്ചതിന് ശേഷം ഉച്ച കഴിഞ്ഞ് അയാൾ തിരികെ തേയിലത്തോട്ടത്തിലേക്ക് എത്തി. തേയിലക്കാടുകൾക്കിടയിലൂടെ അയാൾ നടന്നു. ഉണങ്ങിയ മരങ്ങൾ തേടിയായിരുന്നു അയാളുടെ യാത്ര. അങ്ങനെ കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോഴേക്കും അയാളുടെ കണ്ണിൽ ഒരു ഉണങ്ങിയ മരം പെട്ടു. അയാൾ അത് വെട്ടുവാൻ വേണ്ടി അതിനരികിലേക്ക് നടന്നു. മരത്തിനരികിലേക്ക് എത്തിയ അയാൾ മരത്തിന് ചുറ്റും ഒന്ന് നടന്നതിന് ശേഷം മരത്തിലേക്ക് ആഞ്ഞു വെട്ടുവാൻ തുടങ്ങി. അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം അയാളുടെ പിന്നിൽ നിന്നും ഒരു ചെറിയ ശബ്ദം അയാൾ കേട്ടു. എന്താണെന്ന് അറിയുവാൻ വേണ്ടി അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്നാൽ അയാൾക്കൊന്നും തന്നെ കാണുവാൻ സാധിച്ചില്ല. എങ്കിലും അയാളുടെ മനസ്സിലിരുന്ന് ആരോ അയാളോട് പറയുന്നത് പോലെ അയാൾക്ക് തോന്നി. താനിപ്പോൾ ഒരു അപകടത്തിലാണ്, തന്റെ പിന്നിൽ ഒരു പുലി പതുങ്ങിയിരിക്കുന്നുണ്ട് എന്ന്. അയാൾ തന്റെ കോടാലിയിൽ മുറുക്ക പിടിച്ചു, ധൈര്യം സംഭരിച്ചു. അയാൾ തന്റെ ചെവികൾ വട്ടം പിടിച്ചു. തികഞ്ഞ നിശബ്ദതയോടെ അവിടെ കാത്തുനിന്നു. അയാൾക്ക് പുലിയുടെ ചെറിയ അനക്കങ്ങൾ ഇപ്പോൾ കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. തേയിലക്കാടുകൾക്കിടയിലൂടെ അവൻ പമ്മി നടക്കുകയാണ്. തന്റെ മരണം തന്റെ കൺമുന്നിൽ വന്ന് വിളയാടുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നിലൂടെ ഒരു ശബ്ദം കേട്ട ഉടനെ തന്നെ അയാളുടെ കയ്യിലിരുന്ന കോടാലി അവിടേക്ക് വീശി. അയാളുടെ മനസ്സ് അയാളെ ചതിച്ചിരുന്നില്ല. അയാൾ ചിന്തിച്ചതുപോലെ തന്നെ തന്റെ പിന്നിൽ നിന്നും കുതിച്ചു ചാടി വന്നത് ഒരു പുലി തന്നെയായിരുന്നു. കൃത്യസമയത്തെ തന്റെ പ്രതികരണം മൂലം തന്റെ ജീവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. കോടാലിയുടെ തലപ്പ് വന്ന് കയറിയത് പുലിയുടെ മുൻകാലിലേക്കായിരുന്നു. അവനിൽ സാരമായ പരിക്കും അത് സമ്മാനിച്ചു. പിന്നെ ഒരു നിമിഷം പോലും ആ പുലി അവിടെ നിന്നില്ല. അവൻ അവിടെ നിന്നും അലറിക്കൊണ്ട് തേയിലക്കാടുകൾക്കിടയിലൂടെ എവിടേക്കോ ഓടി മറഞ്ഞു. ഓടുമ്പോൾ അവന് ചെറുതായി ഞൊണ്ടു വീണതായി അയാൾ ശ്രദ്ധിച്ചു. പുലിയുടെ ചാട്ടം പിഴച്ചു വന്നു വീണത് അയാളുടെ ശരീരത്തിലേക്കായിരുന്നു. തന്റെ ശരീരത്തിൽ പുലിയുടെ നഖം കൊണ്ട് ഒരു പാടും വീണിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തുടരെ അയാൾ തന്റെ കയ്യിൽ നിന്ന കോടാലി അതിനേരെ വീശുകയായിരുന്നു. ആദ്യ വെട്ട് തന്നെ അവന്റെ ശരീരത്തിൽ കൊണ്ടതുകൊണ്ടും അവനിൽ അത് മുറിവേൽപ്പിച്ചതുകൊണ്ടും പിന്നീട് ഒരു നിമിഷം പോലും ആ പുലി അവിടെ നിന്നില്ല. അവൻ എവിടേക്കോ ഓടി മറഞ്ഞു. പിന്നെ അല്പസമയം പോലും ആ മരംവെട്ടുകാരൻ അവിടെ ചെലവഴിച്ചില്ല. അയാൾ തിരികെ ഗ്രാമത്തിലേക്ക് പോകുകയും തനിക്ക് നടന്നത് ഗ്രാമീണരോട് പറയുകയുമാണ് ചെയ്തത്. ഇയാൾ മാത്രമാണ് ആ പുലിയെ വളരെ കൃത്യമായി കണ്ടത്. സാമാന്യം വലിപ്പമുള്ള ഒരു പുലി തന്നെ ആയിരുന്നുവെന്നും അയാൾ പറഞ്ഞു. അതിനിപ്പോൾ ഒരു ചെറിയ ഞൊണ്ടുണ്ട്. അത് വീഴാൻ കാരണം തൻ്റെ കോടാലിയാണെന്നും അയാൾ പറഞ്ഞു. ഇത്രയും സംഭവങ്ങൾ അവിടെ അരങ്ങേറിയതോടെ അവിടുത്തെ നാട്ടുകാരുടെ ഉറക്കവും സ്വസ്ഥതയും പോയി. അവിടുത്തെ ആളുകൾ ആ പുലിയെ പിടിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അതിനെ മുന്നിൽ നിന്ന് നയിച്ചത് ശരവണൻ എന്ന 28 വയസ്സുകാരനായിരുന്നു. അവൻ്റെ നേതൃത്വത്തിലും അവൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ് ആ പുലിയെ പിടിക്കുവാനുള്ള ഒരു സംഘം രൂപീകരിച്ചത്.
പുലി പതുങ്ങിയിരിക്കാൻ ഇടയുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ തിരച്ചിൽ നടത്തി. ഊർജിതമായ തിരച്ചിൽ. വടികളും കത്തികളും വെട്ടോത്തികളും അരിവാളുകളും ഏന്തിയാണ് അവർ ആ പുലിയെ നേരിടാൻ തീരുമാനിച്ചത്. കിട്ടിയാൽ കൊല്ലുക എന്നത് മാത്രമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. അതിനിടയിൽ എവിടെ നിന്നോ ശരവണൻ ഒരു നാടൻ തോക്കും സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ അവർ രാപ്പകലില്ലാതെ ആ പുലിയെ തേടിയുള്ള അലച്ചിൽ തുടർന്നു. അങ്ങനെ നീണ്ടുനിന്ന ഒരാഴ്ച പുലിയെപ്പറ്റിയുള്ള യാതൊരു അറിവും അവിടുത്തെ ആർക്കും തന്നെ ലഭിച്ചില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവിടുത്തെ ആളുകൾ അവനെ തിരക്കി നടന്നു, അവനെ തിരഞ്ഞു നടന്നു. പല സ്ഥലങ്ങളിലും അവനെ പിടിക്കുവാൻ വേണ്ടി അവർ കെണികളും ഒരുക്കി. അവൻ വരാൻ ഇടയുള്ള സ്ഥലങ്ങളിലും വന്ന സ്ഥലങ്ങളിലുമെല്ലാം അവർ ദിവസങ്ങളോളം അലഞ്ഞു നടക്കുകയും തിരയുകയും ചെയ്തു. എന്നാൽ അവനെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഏകദേശം വീണ്ടും 2 ആഴ്ച കടന്നുപോയി. അവനെപ്പറ്റിയുള്ള യാതൊരു വിവരവും അവർക്കാർക്കും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് പുലിയുടെ മറ്റൊരാക്രമണത്തെ പറ്റിയുള്ള വാർത്ത അതിവേഗം അവിടെ പടരുന്നത്. ഇത്തവണ പുലിയുടെ ആക്രമണം ഉണ്ടായത് നടുമല എസ്റ്റേറ്റിലായിരുന്നു. എസ്റ്റേറ്റിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലായിരുന്നു. എന്നാൽ വീണ്ടും പുലി ആക്രമിച്ച് പിടിച്ചുകൊണ്ടുപോയത് ഒരു കുട്ടിയെയായിരുന്നു. രവി എന്നു പേരുള്ള 7 വയസ്സുകാരനെയായിരുന്നു പുലി അവൻ ഇരയാക്കി മാറ്റിയത്. നടുമല എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഒരു ജോലിക്കാരനായിരുന്നു അരവിന്ദൻ എന്നാണ് അയാളുടെ പേര്. അയാളൊരു മലയാളിയാണ്. തൻ്റെ ഭാര്യയും തൻ്റെ മകനും അവിടേക്ക് വന്നിട്ട് ഏകദേശം 1 ആഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തേയിലത്തോട്ടം കാണണമെന്നുള്ള അതിയായ ആഗ്രഹം ഭാര്യയും മകനും പ്രകടിപ്പിച്ചതോടെ അയാൾ അതിന് നിർബന്ധിതനാകുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം തൻ്റെ ഭാര്യയും മകനെയും കൂട്ടി തൻ്റെ തോട്ടത്തിലെത്തുകയും അവിടുത്തെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ അവർ വൈകുന്നേരം നടക്കുകയും ചെയ്തു. അയാളുടെ മകനായ 7 വയസ്സ് പ്രായമുള്ള രവിക്ക് അതെല്ലാം ഒരു അത്ഭുത കാഴ്ചയായിരുന്നു. അവൻ അവരുടെ കയ്യിൽ നിന്നും വിട്ട് മുന്നോട്ട് ഓടി നടക്കുകയും അതെല്ലാം കാണുകയും എല്ലാം ചെയ്യുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അവരുടെ സന്തോഷം തല്ലിക്കെടുത്തിക്കൊണ്ട് തേയിലക്കാടുകൾക്കിടയിൽ മറഞ്ഞു കിടന്നിരുന്ന മരണം തൻ്റെ മകനെ പിടികൂടിയത്. തേയിലക്കാടുകൾക്കിടയിൽ ഒളിച്ചിരുന്ന പുലി രവിയുടെ മേലെ ചാടി വീഴുകയും അവൻ്റെ കഴുത്തിൽ കടിച്ചു പിടിച്ചുകൊണ്ട് തേയിലക്കാടുകൾക്കിടയിലൂടെ ഓടി മറയുകയുമാണ് ചെയ്തത്. തൻ്റെ മകനെ തൻ്റെ കൺമുന്നിലൂടെ പിടിച്ചുകൊണ്ടുപോകുന്ന പുലിയുടെ പുറകെ നിർഭാഗ്യവാനായ പിതാവ് കുറേ ദൂരം ഓടിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഇടതൂർന്നു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ അവൻ എവിടേക്കോ ഓടി മറഞ്ഞു. തൻ്റെ ഭാര്യയായ നന്ദിനിയുടെ നിലവിളി കേട്ട് തോട്ടം തൊഴിലാളികൾ അവിടേക്ക് ഓടിയെത്തുകയും പുലി തൻ്റെ മകനെ പിടിച്ചുകൊണ്ടുപോയ വഴിയിലേക്ക് അവർ തിരച്ചിൽ നടത്തി ചെല്ലുകയും ചെയ്തു. എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ആ ബാലൻ്റെ ശരീരം കണ്ടെത്തുവാൻ പോലും അവർക്ക് സാധിച്ചില്ല. അവിടെ പുലിയുടെ ശല്യം വല്ലാതെ കൂടിയതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവനെ പിടിക്കുവാൻ വേണ്ടി പല ട്രാപ്പുകളും അവിടെ ഒരുക്കിയിരുന്നു, കൂടുകളും മറ്റും. എന്നാൽ ആ കൂട്ടിലൊന്നും ആ പുലി വീണില്ല. എന്നും മാത്രമല്ല, അതിനുശേഷവും അവൻ്റെ നരവേട്ട നിർഭയമായി അവൻ തുടരുകയും ചെയ്തു. അവൻ്റെ അവസാനത്തെ ആക്രമണം നടന്ന് 1 ആഴ്ച കഴിഞ്ഞു കാണണം. പിറ്റേന്ന് നേരം പുലർന്നത് ഒരു സന്തോഷ വാർത്ത കേട്ടുകൊണ്ടാണ്. പുലിയെ പിടിച്ചു എന്ന വാർത്തയായിരുന്നു ആ ഗ്രാമത്തിൽ മുഴുവൻ ഒരു കാട്ടുതീ പോലെ പടർന്നു പിടിച്ചത്. ജീവനോടെ തന്നെയായിരുന്നു അവിടുത്തെ ആളുകൾ ആ പുലിയെ പിടിച്ചത്. എന്നാൽ ആ കൂട്ടത്തിലെ ശരവണൻ എന്നയാൾ ആ പുലിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇങ്ങനെ ജീവനോടെ പിടികൂടുന്ന പുലികളെ സ്വാഭാവികമായും അവിടുത്തെ ആളുകളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചെയ്യുന്നത് ഉൾക്കാടുകളിൽ കൊണ്ട് വിടുക എന്നതാണ്. മനുഷ്യന്റെ മാംസത്തിന്റെ രുചി അറിഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും അവൻ ഇവിടേക്ക് തിരികെ വരുമെന്ന് അവിടുത്തെ ആളുകൾക്ക് അറിയാമായിരുന്നു. എങ്കിലും അതിന് മാത്രമേ വഴിയുള്ളൂ. എന്നാൽ ഇവിടെ നടന്നത് മറിച്ചായിരുന്നു. ശരവണൻ ആ പുലിയെ വെടിവെച്ചു കൊന്നു. ആഴ്ചകളോളം ശരവണനും സംഘവും വനത്തിന്റെ പല ഭാഗങ്ങളിലായി കെണികൾ ഒരുക്കിയിരുന്നു. അതുപോലെ പുലി വന്നതും വരാനിടയുള്ളതുമായ ഭാഗങ്ങളിലും അവർ ഓരോ കെണികൾ ഒരുക്കി. എന്നാൽ അതിലൊന്നും പുലി പെട്ടില്ല. അങ്ങനെ സിരിക്കുണ്ട്ര എന്ന ഗ്രാമത്തിൽ വെച്ച കെണിയിൽ ആ പുലി വന്നകപ്പെടുകയായിരുന്നു. ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കൂട് അതിനു ചുറ്റും ഇലകൾ കൊണ്ടും ചെടികൾ കൊണ്ടും മറച്ചു. അതിനുള്ളിൽ ഒരു ആടിനെ അതിനെ കെണിയായി വെച്ചു. ആ കെണിയിലേക്ക് ആ പുലി വന്ന് കയറുകയായിരുന്നു. പുലി കെണിയിൽ അകപ്പെട്ട ഉടനെ തന്നെ അവർ ഗ്രാമീണരെ മൊത്തം ഈ വിവരം അറിയിച്ചിരുന്നു, അതുപോലെ വനപാലകരെയും. എന്നാൽ വനപാലകർ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ആ പുലിയെ അവിടുത്തെ ആളുകൾ കൊന്നിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ മരംവെട്ടുകാരൻ പറഞ്ഞ അടയാള പ്രകാരം കോടാലി കൊണ്ട് മുറിവേറ്റ പാട് അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അതും മാത്രമായിരുന്നില്ല, ശരവണന് ആ പുലിയെ കൊല്ലുവാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ കഥയുടെ തുടക്കത്തിൽ തേയിലത്തോട്ടത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ തേൻമൊഴിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ തേൻമൊഴിയുടെ കാമുകനായിരുന്നു ഈ ശരവണൻ. താൻ ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ കാമുകയെ തന്നിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ടുപോയ ആ പുലിയെ കൊന്നുകളയുകയല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവൻ്റെ മുന്നിലില്ലായിരുന്നു. അങ്ങനെ നേരം പുലർന്നപ്പോൾ വനപാലകരും നാട്ടുകാരും അവിടെ എത്തി. ചത്തുകിടക്കുന്ന പുലിയുടെ ശരീരം അവർ കാണുകയും ചെയ്തു. അങ്ങനെ ചത്തുകിടക്കുന്ന പുലിയെ കാണുവാൻ വേണ്ടി അവൻ്റെ ആക്രമണത്തിന് ഇരയായി തീർന്നവരുടെ ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളും അവിടെ എത്തിയിരുന്നു. അവരെല്ലാം ചത്തുകിടന്ന ആ പുലിയെ നോക്കി ശപിക്കുന്നുണ്ടായിരുന്നു.
അസഫ്യവർഷം ചൊരിയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.